റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി അഭിനന്ദിച്ച പുടിൻ തന്റെ അടുത്ത സുഹൃത്താണ് മോദിയെന്ന് വിശേഷിപ്പിച്ചു. മോസ്കോയിലെ പുടിന്റെ വസതിയിൽ വെച്ചാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. ജനസേവനത്തിനായി ജീവിതം മാറ്റിവെച്ചയാളാണ് മോദിയെന്നും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പുടിൻ പ്രതികരിച്ചു. നരേന്ദ്രമോദിയുടെ അധ്വാനത്തിന്റെ ഫലമാണ് മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലെത്താൻ കാരണമായതെന്നും റഷ്യൻ പ്രസിഡന്റ് പ്രശംസിച്ചു. 60 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരേ സർക്കാർ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുന്നത്. ഭാരതത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയങ്ങളിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചതിന്റെ ഫലമാണ് വിജയമെന്ന് മോദി മറുപടി നൽകി. റഷ്യൻ പ്രസിഡന്റ് നൽകിയ വിരുന്നിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. ഇരു നേതാക്കളും ഇന്ന് വിശദമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അതേസമയം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പുടിനുമായുള്ള ചർച്ചയിൽ മോദി ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായ 2 ഇന്ത്യക്കാർ മരിച്ചിരുന്നു. നിരവധി പേർ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നിർണായക തീരുമാനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ മോദി പുടിനുമായുള്ള ഒരു സ്വകാര്യ അത്താഴവിരുന്നിലാണ് ഇന്ത്യക്കാരുടെ ആശങ്കകൾ അറിയിച്ചതെന്നും വൃത്തങ്ങൾ പറയുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാനും മടക്കം സുഗമമാക്കാനുമുള്ള തീരുമാനത്തിൽ റഷ്യ എത്തിയത്. ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ഏജന്റുമാർ 2 ഡസനോളം ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം പേരുടെ വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു. തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് വീഡിയോയിൽ ഇവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതായും റഷ്യൻ അധികൃതരുമായി ചർച്ച ചെയ്യുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയത്. ഏജന്റുമാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ നിരവധി റെയ്ഡുകളും മറ്റും സംഘടിപ്പിക്കുകയും 35 ഇന്ത്യക്കാരെ ഇത്തരത്തിൽ റഷ്യയിലെത്തിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി റഷ്യയിലെത്തിയത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നതും ദ്വിദിന റഷ്യൻ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മോസ്കോ എയർപോർട്ടിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രോവാണ് നേരിട്ടെത്തി സ്വീകരിച്ചത്. മോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി റഷ്യൻ സൈന്യം ആദരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.